ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചു ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ കുറേ നാളായി ഇവിടെ സ്ഥാനം പിടിച്ച് ഇൻട്രോ പറഞ്ഞിട്ടല്ലേ. അപ്പോൾ ഇന്ന് ഇവിടെ വന്നിരുന്ന് ഇൻട്രോ പറയുക. പിന്നെന്താ, ഇന്നലെ എനിക്കൊരു കമൻറ്റ് വന്നേ. പുതിയ ആളാണ്, പുതിയതായിട്ട് വീഡിയോ കുറച്ച് നാളായതേ ഉള്ളൂ എൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട്. ആ കമൻറ്റ് ഇട്ടിട്ട് ഒത്തിരി സന്തോഷമായി കേട്ടോ. എല്ലാവരും അങ്ങനെ മിക്ക ആൾക്കാരും പ്രാർത്ഥിക്കുന്നതാണ്, ചേച്ചി ഇത്രയും വർഷമായില്ലേ, വ്യൂസ് കൂടണം, സബ്സ്ക്രൈബർ കൂടണം, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതും പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. എൻ്റെ ചാനലിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. പിന്നെന്താ, സന്തോഷം തന്നെ. ഫ്രേസിന് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഫ്രേസ് എന്നെ ഇങ്ങനെ നോക്കും, ഞാൻ എന്തോ ഇങ്ങനെ സന്തോഷം എന്ന് റിപ്പീറ്റ് പറയുന്നത്. പിന്നെന്താ, പണ്ടേ ഞങ്ങളൊക്കെ, നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇതുപോലെ? ഞങ്ങൾ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ അന്നൊക്കെ ചക്കയും കപ്പയൊക്കെ ഉള്ള സമയമല്ലേ. അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ, സ്കൂളിൽ നിന്ന് വരുമ്പോൾ മിക്കവാറും ചോറും കപ്പയൊക്കെ ആയിരിക്കും വേവിച്ചത്. അപ്പോൾ നമ്മൾ സാധാരണ പഴങ്കഞ്ഞിയല്ലേ വെള്ളം ഇച്ചിരി ഒഴിച്ച് കഴിക്കുന്നത്. നമ്മൾ ആ പുതിയ കപ്പയാണേലും നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചൊക്കെയാണ് കുഴച്ച് കഴിക്കുന്നത്. അതുപോലെ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? സ്കൂൾ വിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു ആനയെ തിന്നാനുള്ള വിശപ്പിലാണ് വരുന്നത്. എന്തോ കിട്ടുന്നതെന്ന് കണ്ടാൽ നമുക്ക് സഹിക്കാനുള്ള ക്ഷമയില്ല. ഒരു മിനിറ്റ്. അവിടെ നിന്നൊക്കെ പറയുന്നത്, സ്കൂളെന്ന് പറയുന്നത് 10 മണി തൊട്ട് 4 മണി വരെ കാണും. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അവിടെ ട്യൂഷൻ സെൻറ്ററുകളാണ്. ഇങ്ങനെ സ്കൂൾ പോലെ ട്യൂഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ. അപ്പോൾ അതുപോലെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു സമയം ആവത്തില്ലേ. അതും ഇത്രയും നടന്നല്ലേ വരുന്നത്. അപ്പോൾ പ്രീസം മമ്മി തുടങ്ങി നടന്ന് വരുന്ന കാര്യമൊന്നും. ഇവർ ഈ ബസ്സിൽ കയറി ഇരുന്ന് വരുന്നത് പോലെ അല്ലല്ലോ. നമ്മൾ മൈലുകൾ താണ്ടിയല്ലേ വരുന്നത്. അപ്പോൾ വിശന്നൂപ്പാടായി വരും. അപ്പം അങ്ങനെയൊക്കെ കഴിക്കുമായിരുന്നു. ഇപ്പം സാധാരണ ഇവിടെ നാട്ടിലാണെങ്കിൽ ഞാൻ പഴങ്കഞ്ഞി കുടിക്കും. പക്ഷേ ഇവിടെ വന്നേ പിന്നെ കപ്പ വേവിച്ചാലും നമ്മൾ പിറ്റേന്ന് പഴങ്കഞ്ഞി കുടിക്കണമെന്ന് പറഞ്ഞ് വെക്കും. പക്ഷേ രാവിലെ ആകുമ്പോൾ ഈ രാവിലെ ഉണ്ടാക്കുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്തുവാണെന്ന് വെച്ചാൽ അതും കഴിക്കും. പിന്നീടായിരിക്കും ഓർക്കുന്നത്, അയ്യോ പഴങ്കഞ്ഞി കുടിക്കാനിരുന്നതാണല്ലോ എന്ന്. അങ്ങ് മറന്നു പോകും. പക്ഷേ നാട്ടിലത്തെ പഴങ്കഞ്ഞി ഇവിടുത്തെ പഴങ്കഞ്ഞിയായിട്ടും വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നിയത് അതോ ഇനി എന്തുവാണെന്നറിയത്തില്ല. ഇനി ഞാൻ, ചിലർ പറയും ഞാൻ ഭയങ്കര വെടുപെട് പറച്ചിലാണെന്ന്. വെടുപെട് പറയുന്നില്ല. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടോ? മൃഗശാലയിലൊക്കെ കുറച്ചൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് കട്ട് ചെയ്ത് അത് കാണാൻ പറ്റുന്നതൊക്കെ ഞാൻ ഇട്ടതാണ് അതിൽ. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാമേ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് ചപ്പാത്തിയും ബ്രെഡും ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ചപ്പാത്തി ബ്രെഡ് മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇച്ചിരി പച്ചക്കറികളായിട്ട് ഞാൻ ഇച്ചിരി കാബേജ് മാത്രമേ അരിഞ്ഞോണ്ട്, കാബേജും സവാളയും. കാരണം ബാക്കിയൊക്കെ അരിഞ്ഞോണ്ട് ഇന്നലെ രാത്രി അരിഞ്ഞു വെക്കാൻ മറന്നുപോയി. അരിഞ്ഞോണ്ട് നിൽക്കാൻ സമയമില്ല. അപ്പോൾ ചായയൊക്കെ തിളച്ചിട്ടുണ്ടേ. ചപ്പാത്തി ഇത് ഇന്നലത്തെ ചപ്പാത്തിയാണ്. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അത് കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ബ്രെഡ് കൂടെ എടുത്തത്. അപ്പോൾ എല്ലാവർക്കും ഇച്ചിരി, പിള്ളേർക്ക് ടിഫിനൊക്കെ കൊടുത്തിട്ട് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിന് ഇച്ചിരി വേണമല്ലേ. അതുകൊണ്ട് അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തുണ്ടാക്കാമെന്ന് വെച്ച്. ഇതിവിടെ ഈ പിള്ളേർക്കും ഇഷ്ടമാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ഇടുവാണെങ്കിൽ കുറേയും കൂടെ നല്ലതാണ്. ഞാൻ പറഞ്ഞില്ല, രാവിലെ എനിക്ക് അരിഞ്ഞുകൊണ്ട് നിൽക്കാൻ സമയമായിരുന്നു. കാരണം രാവിലെ അവന് ഇതുണ്ടാക്കി കൊടുക്കണം, പിന്നെ അവനെ എണ്ണിപ്പിക്കാൻ പോകണം, എന്നിട്ട് അവൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരിക്കണം. അങ്ങനെയൊക്കെയുള്ള ഇതായതുകൊണ്ട് എനിക്ക് സമയം അങ്ങോട്ട് കിട്ടിയില്ല. 5 മണിക്ക് എണീറ്റാലും 6 മണി ആകുമ്പോഴത്തേനും ഇതെല്ലാം കൂടെ ഒരു ഇതെടുക്കും നമുക്ക്. ഇപ്പം തണുപ്പ് കൂടെ ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ എണ്ണിക്കാനേ അങ്ങോട്ട് തോന്നത്തില്ല. കുറച്ചുകൂടെ കിടക്കാമെന്നും പറഞ്ഞിരിക്കും. അല്ലെങ്കിൽ നമ്മളൊരു 10 മണിക്ക് കിടക്കുവാണെങ്കിൽ നമുക്ക് രാവിലെ എണ്ണിക്കുന്നതിന് കുഴപ്പമില്ല. ഇതിപ്പം ഞാൻ ചിലപ്പോൾ റീച്ചാൻ ഇത്തിരി ലേറ്റായിട്ട് വരുവാണെങ്കിൽ 12-1 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പം കിടന്നിട്ട് പിന്നെ ഉടനെ 5 മണി അങ്ങാവും. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തെല്ലാം ഇച്ചിരിച്ച് ഇതൊന്ന് ഉള്ളിയും പിന്നെ ഇതെല്ലാം ഒന്ന് വഴറ്റിയിട്ട് ഒരു ഇച്ചിരിച്ച പൊടികൾ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടിയാണ് ഇതിന് ഞാൻ മെയിൻ ചേർക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത്രയും മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് അന്നേരം കുറച്ചുകൂടെ ഇത് നല്ലൊരു ഇതാവുമല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ജോയൽ പറഞ്ഞായിരുന്നു, ജോയൽ ഉണ്ടാക്കുന്ന മസാലയുടെ ഒരു ടേസ്റ്റും ഇല്ലെന്ന്. അതെന്താ കാര്യമെന്ന് ചോദിച്ചിട്ട് കമൻറ്റിൽ റിപ്ലൈ തന്നില്ല.
ഞാൻ ഉണ്ടാക്കുന്നതിന് എനിക്കൊരു കുഴപ്പവും ഇല്ല, നല്ല ടേസ്റ്റാണ്. പിള്ളേർക്കും അവരുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഇഷ്ടമാണ്. അതിനെന്താ ഫോൾട്ട്, എന്താ പ്രശ്നം എന്നുള്ളത് പറഞ്ഞായിരുന്നെങ്കിൽ ഞാനത് പറഞ്ഞു കൊടുത്തേനായിരുന്നു എന്താ റീസൺ എന്നുള്ളത്. പക്ഷെ അത് പറയാഞ്ഞത് കൊണ്ട് പിന്നെ നമുക്കൊന്നും അറിയത്തില്ലല്ലേ. ഞാൻ ചെറിയ ചെറിയ ഇഡലി ഉണ്ടാക്കി, മസാല ഇഡലി ഉണ്ടാക്കുമ്പോഴും നല്ലതാണ്. ഇങ്ങനെ വലിയ ഇഡലി ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുവാണേലും അതും നല്ല സൂപ്പറായിട്ടാണ് കിട്ടുന്നത്. ടേസ്റ്റ് ഇല്ലെങ്കിൽ പിള്ളേർ കഴിക്കത്തില്ലല്ലോ. പിന്നെ നമ്മൾ ചേർക്കുന്ന മുളക് പൊടി കാശ്മീരി തന്നെ ആയിരിക്കണം. അല്ല എങ്കിൽ മറ്റേ മിക്സോ മറ്റേതൊക്കെ ആണെങ്കിൽ അങ്ങ് കരിഞ്ഞു പോകുന്ന ഒരു കളറും കാണത്തില്ല. കാശ്മീരി ആകുമ്പം കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് ഇത്തിരി ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ട് കയ്യിൽ ഇച്ചിരി വെള്ളം ഒന്ന് കുടഞ്ഞ് ചേർത്തു. പിന്നെ ഇപ്പം ഞാൻ ചേർത്തത് ഇച്ചിരി പഞ്ചസാരയും ഉപ്പ് ഇച്ചിരി കുറവായിട്ടുണ്ടായിരുന്നു. ഒരു ഇച്ചിരി ഉപ്പും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വെള്ളമാണ് ഒഴിച്ചത്. അല്ലാതെ പഞ്ചസാര അല്ലാതെ അങ്ങനെ ഇടുവാണെങ്കിൽ ചിലപ്പോൾ അതിങ്ങനെ ക്രിസ്റ്റൽ പോലെ കിടക്കത്തില്ല അങ്ങനെ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചാലിച്ച് ചേർത്ത്. അപ്പോൾ രാവിലത്തെയൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഈ അടുത്ത വീഡിയോ തുടങ്ങിയത്. അപ്പോൾ രാവിലത്തെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വന്ന് എന്നും ചെയ്യുന്ന പരിപാടി ഈ ക്യാനിൻ്റെ അകത്ത് ഇവിടെ ഉള്ളവരുടെ ബോട്ടിൽ, പോൾമോൻ്റെ ബോട്ടിലും എൻ്റെ എല്ലാവരുടെയും കാലിയായിട്ടുള്ള അപ്പച്ചൻ്റെ എല്ലാം അങ്ങ് നിറച്ചിട്ട് പിന്നെ തിളപ്പിച്ച വെള്ളം, തണുത്ത വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് വീണ്ടും വെള്ളം കുടിക്കാനായിട്ടൊക്കെ വെക്കും. അതാണ് മെയിൻ ആദ്യം ചെയ്യുന്നത്. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി ഈ പാതാമ്പറമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങനെ. ഈ ചരുവത്തിൽ ഞാൻ വെള്ളം തിളപ്പിക്കത്തില്ല. ഈ സ്റ്റീൽ ചരുവത്തിൽ തിളപ്പിച്ചിട്ട് അത് തണുത്തതിന് ശേഷം ഞാൻ ഇതിലൊഴിച്ചു വെക്കും. ഇത് പണ്ടൊക്കെ ഇത് തിളപ്പിക്കുമായിരുന്നു. ഇപ്പം അതെടുക്കത്തില്ല, അലൂമിനിയം ചരുവം. ഇപ്പം ഞാനതിൽ ഈ തണുത്ത വെള്ളം അതിൽ ഒഴിച്ചു വെക്കുക ചെയ്യുന്നത്. അന്നേരം ഞാനൊരു ഉരുളൻകിഴങ്ങ് ഉപ്പി പറ്റിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിൽ തന്നെ ഞാൻ ഉപ്പി പറ്റിച്ചതെന്ന് പറഞ്ഞാൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇച്ചിരി സ്വല്പം വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് അതൊന്ന് കുറച്ച് വേവിച്ച്, എന്നിട്ട് ഞാനത് ഉരുളൻകിഴങ്ങ് ഇങ്ങ് മാറ്റിയെടുത്തു. പിന്നെ ഞാൻ പാത്രം കഴുകാൻ പോയില്ല. അതാണ് ആ സൈഡിലൊക്കെ ഇങ്ങനെ അതിൻ്റെ മഞ്ഞയൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇതിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഇത്തിരി മുളക് പൊടി ഇട്ടിട്ട് അതൊന്ന് മൂത്തൊണ്ടേ ആ വേവിച്ച് ഉരുളൻകിഴങ്ങ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇളക്കി കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അത് അവിടെ കിടന്ന് മുരിഞ്ഞോളും. പിന്നെ മെഴുക്കുവരട്ടിക്ക് അവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ തോരനൊക്കെ അരിഞ്ഞായിരുന്നു. ബീൻസ് ഇങ്ങനെ കട്ടിംഗ് പാടി വെച്ച് പെട്ടെന്ന് അങ്ങ് അരിഞ്ഞെടുത്തു. എന്നിട്ട് അതിൽ തന്നെ സവാളയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഉപ്പും എല്ലാം കൂടി ഇട്ട് കൈ കൊണ്ട് നന്നായി ഞെവിടി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് 1-2 മിനിറ്റ് ഇളക്കി ഇങ്ങനെ എടുത്തിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. വെള്ളമൊന്നും അങ്ങനെ ഒഴിക്കല്ലേ. അതിൻ്റെ അകത്ത് വെള്ളമുണ്ട്. പിന്നെ പാത്രം കഴുകി ഒരു ഇച്ചിരി വെള്ളം ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഒഴിക്കുന്നുണ്ടേ. എന്നിട്ട് അത് അവിടെ അടച്ചിട്ടേക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ബീൻസ് തോരൻ, ഇവിടെ ബീൻസ് ഇച്ചിരി കാബേജും ഉണ്ടായിരുന്നേ. അപ്പോൾ ഇത്തിരി മധുരക്കിഴങ്ങ് ഇരിപ്പുണ്ടായിരുന്നു. അതൊന്ന് ഞാനൊന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടേ. നമ്മുടെ നെയ്മത്തി ഉണ്ടല്ലേ, ഇവിടെ കറി വെച്ചിട്ട് ഇവിടെ അപ്പച്ചനും അങ്ങനെ കഴിക്കാൻ തോന്നിയില്ല. അപ്പച്ചൻ കഴിച്ചില്ല, പ്രൈസമ്മോന് മുള്ളാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ ഇന്ന് അതിൻ്റെ നെയ്യ് തന്നെ എടുത്തിട്ട് വറക്കാന്ന്. അപ്പം നിങ്ങളിത് നെയ്യ് എടുത്ത് വറക്കുന്നോന്ന് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാ. ഞാൻ ചെയ്യാൻ പോവാ. അതിഷ്ടമല്ലാത്തവർ ഒന്നും പറയണ്ട കേട്ടോ. അപ്പം ആ നെയ്യ് ഞാൻ പിന്നെ അതിൻ്റെ നെയ്യ് ഉരുകിയിട്ട് ബാക്കിയുള്ളതങ്ങ് കളയുക. അത് കഴിക്കാൻ എടുക്കുന്നില്ല. ആ നെയ്യ് ഊറുകട്ടെ. പണ്ടൊക്കെ ഉണ്ടല്ലേ, ഞങ്ങളിതിങ്ങനെ എൻ്റെ അമ്മ ഇങ്ങനെ വറുത്തിട്ടേ നമ്മൾ കപ്പയൊക്കെ വേവിക്കുമ്പോഴേ അതിൻ്റെ അകത്ത് ഇട്ട് പുരട്ടി അല്ലെങ്കിൽ ചോറൊക്കെ പുരട്ടി അതിനൊരു പ്രത്യേക ടേസ്റ്റ്. അത് കഴിച്ചവർക്കേ മനസ്സിലാവത്തുള്ളേ. അപ്പം ഞാനിതൊന്ന് വെട്ടിയെടുക്കട്ടെ. നല്ല പെട്ടപ്പെട്ട മീനായിരുന്നു. പിന്നെ തറയെ വീഴാതെ മീൻ പിടയ്ക്കുക അവിടെ. നല്ല ഫ്രഷ് മീൻ ജിന്തായാന്ന് ഞാൻ പറയാ. അന്ന് ഫ്രൈ ചെയ്യാൻ പോവാം. നീ കറി കൂട്ടിയില്ലല്ലേ, ഫ്രൈ ചെയ്യട്ടെ. അപ്പം അതിൻ്റെ അകത്തൊരു സാധനമുണ്ട്, അതിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത് ഓയിലിന് പകരം. അത് ഞാൻ കാണിക്കാം. ഞാൻ വെട്ടുമ്പോൾ കാണിക്കാം. ഹാർട്ടൊന്നുമല്ല, ഹാർട്ടും ലിവറും ഒന്നുമല്ല, ഫാറ്റ്. ഓക്കെ.
അപ്പോൾ ഒരുത്തൻ ഇവിടെ നിപ്പുണ്ട്, ഞാൻ മീൻ വെട്ടുന്നത് നോക്കി. ഞാനവിടെ പാലെടുത്ത് കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട് വൈകിട്ടത്തേക്കന്നെ. അപ്പോൾ എനിക്കൊരു ഇച്ചിരി കോഫി കുടിക്കാൻ തോന്നി. അപ്പോൾ അതിൽ നിന്ന് ഇച്ചിരി പാലെടുത്ത് കോഫിയും കൂടെ കുടിച്ചിട്ട് ബാക്കി ചൂടാക്കി വെക്കും. അപ്പം ഞാനിതൊന്ന് വെട്ടിയെടുക്കട്ടെ. ഞാനിതിൻ്റെ തലയും കൂടെ നെയ്യിട്ട് വറക്കുന്നുണ്ട്. जो अपने जो मच्छी का मीट आपने जो काटा वो क्या करोगे? अपने जो मच्छी का मीट अंदर जो और तो उसका स्टमक करें. ഇതാണ് അതിൻ്റെ ഫാറ്റ് എന്ന് പറഞ്ഞത്. वाइट वाइट बाकी सब उसका इंटेस्टाइन. ഇത് ഞാൻ എടുത്തിട്ട് കുറെ ക്ലീൻ ചെയ്യാനുണ്ട് എനിക്ക്. ഈ കറുപ്പൊക്കെ എടുത്തങ്ങ് കളയണം. പരിഞ്ഞിലുണ്ട്. അപ്പം മീനെല്ലാം ഞാൻ ഒന്ന് വെട്ടിയെടുത്ത് ഇനി അതൊന്ന് വരഞ്ഞിട്ട് ഒന്ന് മസാല പുരട്ടി വെക്കാം. ഞാനും ബെൻസിയൊക്കെ പണ്ട് താമസിക്കുന്ന സമയത്ത് അവിടെ അപ്പുറത്തൊരു മഹാരാഷ്ട്ര അമ്മച്ചി ഉണ്ടായിരുന്നു. അവർ നമ്മൾ ഈ മത്തിയൊക്കെ വറക്കുന്നുണ്ട് വന്ന് ചോദിക്കും, ആരാ ഞാൻ മീൻ വറക്കുന്നത്? അവർക്കത് ഇഷ്ടമല്ല. പക്ഷേ അവരുടെ ഒരു സൈസ് ബോംബിൽ എന്ന് പറയുന്ന ഒരു മീനുണ്ട്. അത് നാട്ടുകാരെ മൊത്തവും നാറ്റിക്കുന്ന ഒരു മീനാണ്. അത് അവർ വറുത്ത് തിന്നും, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഒന്ന് വറക്കുന്നുണ്ടെങ്കിൽ വന്ന് വാതൊക്കെ വന്ന് ചോദിക്കും, മീൻ ഉണ്ടാക്കും, മച്ചി ഫ്രൈ ചെയ്യുമായിരുന്നോ, മച്ചിയുടെ സ്മെല്ല് വരുന്നതെന്നൊക്കെ പറയുമായിരുന്നു. അവിടെയൊക്കെ നമ്മൾ പേടിച്ചായിരുന്നു മീൻ വറക്കുന്നത്. ഈ ചില സ്ഥലങ്ങളിൽ രാജസ്ഥാൻ അങ്ങനെ ചില ഗുജറാത്ത് ചില സ്ഥലങ്ങളിലൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർ അച്ചാർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പേടിയാണ്. പിന്നെ അവിടെ പിന്നെ ഉണ്ടാക്കി തിന്നാനൊന്നും അനുവാദം ഇല്ലെന്നാണ് പറയുന്നത് മീനൊക്കെ. ചിലർ ഉണങ്ങിയതാണെങ്കിൽ ഇടത്തില്ല. അപ്പം ഞാനിതിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഫ്രഷ് കറിവേപ്പില ആയതുകൊണ്ട് ഞാൻ എടുത്തതാണ്, അല്ലെങ്കിൽ ഇടത്തില്ല. അതൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. ഉപ്പ്, ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ആ മീൻ ഇതിലോട്ടിട്ടൊന്ന് മൊത്തത്തിലൊന്ന് മീൻ എടുത്തിട്ടിട്ടൊന്ന് കറക്കും. അതിന് ശേഷം പിന്നെ അതിൻ്റെ അകത്തോട്ടൊക്കെ മസാല പുരട്ടി എടുക്കും. ഇവിടെ പോളിന് അതിൻ്റെയൊക്കെ അകത്ത് നന്നായിട്ട് മസാല പിടിപ്പിച്ച് തേക്കണം. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഇട്ടൊന്ന് ഉരുട്ടിയെടുക്കട്ടെ. എന്നിട്ട് അപ്പോൾ ആ വെള്ളമയം എല്ലാം അതിൻ്റെ അകത്തുള്ള വെള്ളമയം എല്ലാം അതിലായി മസാലയൊക്കെ അത് പിടിക്കും. എന്നിട്ട് പിന്നെ നന്നായിട്ട് അകത്തോട്ടൊക്കെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ എനിക്കിതിപ്പം വൈകിട്ടത്തേക്കിന് മതി. ഇപ്പം മസാലയെല്ലാം ഞാൻ പുരട്ടി ഒരു 5-10 മിനിറ്റ് വെളിയിൽ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ അങ്ങ് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. പിന്നെ എനിക്ക് വൈകുന്നേരം എടുത്ത് വറുത്താൽ മതിയായിരുന്നു. വൈകുന്നേരം ഒന്ന് പോൾമോൻ വരുന്നതിന് മുമ്പിട്ട് ഞാൻ വറക്കും. കാരണം അവൻ വന്ന് ചോറ് കഴിച്ചാൽ പിന്നെ രാത്രി അവൻ അന്നേരം അല്ലേ കഴിക്കുന്നത്, രാത്രിത്തേയും കൂടെ അന്നേരം അങ്ങ് കഴിക്കുന്നത്. ഒരു 7 മണിയാകും കഴിക്കുമ്പം. കാരണം വന്ന് ഒരു 6 ആകുമ്പം വരും. പിന്നെ കുളിച്ച് എല്ലാം കഴിഞ്ഞ് വരുമ്പം അന്നേരം അതിന് മുമ്പിട്ട് അങ്ങ് വറക്കാമെന്ന് വെച്ച്. അപ്പം ഞാൻ ദാണ്ടെ അതിൻ്റെ പരിഞ്ഞിലെടുത്ത് ഇങ്ങനെ പരിഞ്ഞിലും പോട്ടെ നെയ്യ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ആ ചെറിയ തീയിലിട്ട് അപ്പോൾ അതിങ്ങനെ ഉരുകി വരും. എന്നിട്ട് അത് ഞാൻ ലാസ്റ്റിലെടുത്ത് അങ്ങ് കളയും കേട്ടോ. അപ്പോൾ നോക്കിയോണ്ടാ ഒത്തിരി അങ്ങോട്ട് ഇങ്ങനെ ഉരുകി വന്നില്ല. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഓയിൽ കൂടെ ഒഴിച്ച്. അപ്പം ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങിയില്ലേ, അപ്പം ഞാനാണെങ്കിൽ ആ ഒരു സ്വീറ്റ് പൊട്ടറ്റോ ഇത് മീൻ വറുത്ത് കഴിഞ്ഞിട്ടേ അതിൻ്റെ ഒരു ഇച്ചിരി നെയ്യെടുത്ത് ഒരു സ്വീറ്റ് പൊട്ടറ്റോ തിന്ന് നോക്കിയോണ്ട് എന്തോ ടേസ്റ്റ് ആയിരുന്നെന്ന് അറിയാമോ. ഞാൻ തലയോടുകൂടിയല്ലേ വെട്ടി വെച്ചേ. പിന്നെ ഇവിടെ ഈ പോളിനും അപ്പച്ചനും തലയുടെ അവിടെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനത് ഇപ്പോഴേ അങ്ങ് കട്ട് ചെയ്തിട്ട് അങ്ങ് മാറ്റി വെച്ച്. കാരണം ഞങ്ങൾക്ക് ഇരണ്ടെണ്ണം വെച്ചെടുക്കാനുണ്ടായിരുന്നു. റീച്ചാൻ കഴിക്കത്തില്ലല്ലേ. അപ്പോൾ റീസമ്മോനും എനിക്കും കുഴപ്പമില്ല തലയിരുന്നാലും. അതുകൊണ്ട് അവർക്ക് രണ്ടിനും ഉള്ളത് ഞാൻ അങ്ങ് തലയെടുത്ത് മാറ്റി. സ്വീറ്റ് പൊട്ടറ്റോ ഇവർക്കൂടെ കഴിക്കേണ്ടിയിട്ടാണ് ഞാൻ ആ സ്കിൻ അങ്ങനെ കട്ട് ചെയ്തേ. അല്ല ഞാൻ മാത്രമേ കഴിക്കത്തുള്ളെങ്കിൽ ഞാൻ ആ സ്കിന്നോടുകൂടി കട്ട് ചെയ്തായിരുന്നു. അതാണ് നല്ല ഗുണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവർക്ക് കഴിക്കാൻ വേണ്ടി ഇച്ചിരി ഉപ്പുനീരുണ്ടാക്കിയായിരുന്നു. ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇങ്ങനെ അത് കൂട്ടി കഴിക്കാൻ ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ
അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടോ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.